മലയോര കർഷകരെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗം മലയോര മേഖലയിലുണ്ട്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലയിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. മലയോരത്ത്, അതായത് ഹൈറേഞ്ച് മേഖലകളിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നഗരങ്ങളിലൊക്കെ മീറ്റർ ഇട്ട് പോകണം, മീറ്റർ കാശ് വാങ്ങിക്കണം, പഞ്ചായത്തുകളിൽ മീറ്ററും പകുതിയും മേടിക്കണമെന്നൊക്കെ പല വീഡിയോകളും നമ്മൾ കണ്ടു, പല നിയമങ്ങളും കണ്ടു. പക്ഷേ ഈ സംഗതികളൊന്നും ബാധകമല്ലാത്ത, ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഈ മലയോര മേഖല എന്ന് പറയുന്നത്. മലയോര മേഖലകളിലെ പ്രധാനപ്പെട്ട ടൗണുകൾ ഒഴിച്ച് ബാക്കിയൊക്കെ വഴി വളരെ മോശമാണ്. പല സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷയുടെ ടോപ്പ് ഗിയർ പോലും ഇടാനുള്ള സ്ഥലം കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലോ സെക്കൻഡിലോ ആയിരിക്കും ഈ ഓട്ടോറിക്ഷ പോകുന്നത്. അതുപോലെ നഗരങ്ങളിലെ പോലെ ഒരാളോ രണ്ടുപേരോ ആയിരിക്കില്ല ഈ മലയോര മേഖലകളിലെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ. ചിലപ്പോൾ 2-3 പേര് കാണും. ഒരു വീട്ടിലേക്കുള്ള ഒരാഴ്ചത്തേക്കുള്ള അരി സാധനങ്ങളെല്ലാം കാണും. അല്ലെങ്കിൽ മലഞ്ചരക്കുകൾ കടയിലേക്ക് വിൽക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും. കുരുമുളകോ ഏലക്കായോ കാപ്പിക്കുരുവോ ചേമ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ അവർ വിൽക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും. എപ്പോഴും ഈ ഹൈറേഞ്ച് മേഖലകൾ, മലയോര മേഖലകളിലുള്ള ഓട്ടോറിക്ഷയിൽ നഗരങ്ങളിലെ പോലെയുള്ള കൃത്യമായ ആളോ കൃത്യമായ ലോഡും ആയിരിക്കില്ല. ചില ഡ്രൈവർമാർ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഒരു ഡ്രൈവർ പറഞ്ഞത്, ചില സ്ഥലങ്ങളിൽ ഫസ്റ്റ് ഗിയറിലിട്ടിട്ടും ചില സന്ദർഭങ്ങളിൽ യാത്രക്കാരിറങ്ങി തള്ളിയാണ് കയറ്റിയാണ് ആ ഓട്ടോറിക്ഷ കയറ്റി വിടുന്നതെന്നാണ്. എപ്പോഴും ഭൂരിപക്ഷ സമയത്തും ഓട്ടോറിക്ഷ നിറച്ച സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി ഒക്കെ ഉണ്ടാകും. ചിലപ്പം 1-2 വീട്ടുകാർ കൂടിയായിരിക്കും ഈ വണ്ടി വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരാഴ്ചത്തേക്കോ 1 മാസത്തേക്കുള്ള സാധനങ്ങൾ മുഴുവനുണ്ടാകും. അവിടെയൊന്നും പൈസയ്ക്ക് വലിയ പ്രശ്നവുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരും ഓട്ടോറിക്ഷക്കാരുമായിട്ട് പൈസയ്ക്ക് തർക്കമൊന്നുമില്ല. അവർക്കറിയാം ഇത് കയറ്റമാണ്, ഇത് ബുദ്ധിമുട്ടാണ്, അത് ന്യായമായ പൈസ കൊടുക്കണമെന്നറിയാം. അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല. ഇവർ യാദൃശ്യമായിട്ട് പോലീസുകാർ പിടിച്ചു കഴിയുമ്പോൾ ഈ മീറ്ററിൻ്റെ പ്രശ്നം അപ്പോഴുദിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ നിയമങ്ങൾ നടപ്പാക്കാൻ പറ്റില്ല. സാധാരണ രീതിയിൽ മലയോര മേഖലകളിലുള്ള ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് പണിയാന്ന് പറയും. ഫ്രണ്ട് അതിൻ്റെ ഫോർക്കും പിന്നുമൊക്കെ ഏതാണ്ട് ഒരു 3 മാസത്തിൽ കൂടുതൽ നിൽക്കാറില്ലെന്നാണ് പറയുന്നത്. 3 മാസം കഴിയുമ്പോൾ 2000 രൂപയോളം മുടക്കി വേണം അവർ അത് പണിയാൻ. അതുപോലെ ആക്സിലൊടിയുക, അതുപോലെ ബ്രേക്കിൻ്റെ ഷൂ തേഞ്ഞു പോവുക, ലൈനറൊക്കെ തേഞ്ഞു പോവുക. ഇത് മറ്റ് നഗരങ്ങളിലേക്കോ മറ്റ് ഗ്രാമപ്രദേശങ്ങളിലുള്ളതിനേക്കാൾ അനേകം മടങ്ങ് ചിലവാണ് ഈ ഹൈറേഞ്ച് മേഖലകളിലുള്ള ഓട്ടോറിക്ഷയ്ക്കുള്ളത്. അതുകൊണ്ട് നഗരങ്ങളിലുള്ള ഓട്ടോറിക്ഷയും ഹൈറേഞ്ച് മേഖലയിലുള്ള ഓട്ടോറിക്ഷയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവിടെയൊന്നും പൈസയ്ക്ക് 99% ആളുകളും പൈസയ്ക്ക് പ്രശ്നം പറയാറില്ല. അവർ ലഗേജുമൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരതനുസരിച്ചുള്ള പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പം ചില ആളുകൾ മീറ്റർ ഇട്ട് ഓടണം, മീറ്റർ കാശ് മേടിച്ചാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പറയും. നമുക്കറിയാം, പ്രധാനപ്പെട്ട ബസ് റൂട്ടുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഹൈറേഞ്ച് മേഖലകളിൽ നല്ല വഴിയുള്ളൂ. ഉൾവഴികളൊക്കെ ഭൂരിപക്ഷവും ഇളകിക്കിടക്കുന്നു, കട്ടറും കുഴിയും, ചിലയിടത്ത് ടാറിങ് പോലും നടത്തിയിട്ടില്ലാത്ത വെറും മൺ റോഡാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ സർക്കാരിൻ്റെ നിയമം നടപ്പാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. പ്രായോഗികമല്ലാത്ത കുറേ നിയമങ്ങൾ ഈ സാധാരണക്കാരുടെ മേളിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഫൈൻ മേടിക്കുക എന്ന് മാത്രമേ ഇതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ.
ഇത് മോഷ്ടിക്കാനോ പിടിച്ചു പറിക്കാനോ മയക്കുമരുന്ന് കച്ചവടത്തിനോ പോകാൻ കഴിയാതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് ഈ 3 ലക്ഷവും 4 ലക്ഷം രൂപ കൊടുത്ത് ഈ ഓട്ടോറിക്ഷ എടുത്ത് ഓടുന്നത്. അവർ ഇതുപോലെ ലോഡ് അപ്പോൾ ചോദിക്കാൻ ലോഡ് കയറ്റാൻ നിയമവിരുദ്ധമല്ലേ എന്ന്. ഒരു പെട്ടിവണ്ടിക്ക് വീട്ടിലേക്കുള്ള സാധനം മേടിച്ചുകൊണ്ട് പോയി യാത്രക്കാർ പാസഞ്ചർ വണ്ടിയിൽ പോകാൻ പറ്റുമോ? ഇല്ല. അതൊന്നും നിയമത്തിൻ്റെ പുസ്തകത്തിൽ മാത്രമേ ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. പ്രായോഗിക ജീവിതത്തിൽ പറ്റില്ല. ചിലപ്പോൾ 2 വീട്ടിലെ ആളുകൾ കൂടി വീട്ടിലേക്കുള്ള ഒരാഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൽ വണ്ടിക്കകത്ത് നിറച്ച സാധനം കാണും. അവരതിനുള്ള പൈസയും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പാടില്ല. അവരോട് മീറ്റർ കാശേ മേടിക്കാവുള്ളൂ, അല്ലെ മീറ്ററിൻ്റെ പകുതിയെ മേടിക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം മോശമായ ഒരു സംഗതിയാണ്. സാധാരണ നഗരങ്ങളിൽ ഓടുന്ന വണ്ടിയുടെ ഇരട്ടിപ്പണിയല്ല, അതിൽ കൂടുതൽ പണിയാണ് ഹൈ റേഞ്ചിലേക്ക് ഓടുന്ന വണ്ടിക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഫ്രണ്ട് പണിയാകുമ്പോൾ 12,000 രൂപ വരും. അതുപോലെ തന്നെ ബ്രേക്ക് പണി, ആക്സിൽ, എൻജിൻ പണി ഒക്കെ നഗരങ്ങളിൽ ഓടുന്ന വണ്ടിയേക്കാൾ വളരെ അധികം കൂടുതലാണ് ഈ ഹൈ റേഞ്ച് മേഖലകളിൽ ഓടുന്നത്. മലബാർ മേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ ഞാനൊരു പ്രാവശ്യം നിലമ്പൂർ എന്ന് കഴിഞ്ഞപ്പോൾ കണ്ടു 6 പേര് 7 പേരൊക്കെയാണ് ഒരു ഓട്ടോറിക്ഷ കയറി പോകുന്നത്. അവരങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അതനുസരിച്ച് പൈസ അവർ കൊടുക്കുന്നുമുണ്ട്. പക്ഷെ അവർക്ക് യാത്രക്കാർക്കും പ്രശ്നമില്ല, ഓട്ടോറിക്ഷക്കാരും പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം ഇവിടുത്തെ അധികാരികൾക്കാണ്. ആളുകളെ കൂടുതൽ കൊണ്ടുപോയ പ്രശ്നം. പക്ഷേ ഒരു വീട്ടിൽ 4 പേരോ 5 പേരോ വന്ന് അവർ ചിലപ്പോൾ അത് കയറി പോകുന്നു. നിയമം അനുസരിക്കുക എന്ന് പറയുമ്പോൾ നിയമം മനുഷ്യൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അധികാരികൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ മാത്രം നടപടിയെടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തിലെ നിയമം എന്ന് പറയുന്നത് ചിലന്തി വല പോലെയാണ്. ചിലന്തി വലയുടെ പ്രത്യേകത നമുക്കറിയാം. ചെറിയ പ്രാണികളൊക്കെ അതിൽ കുടുങ്ങും. എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷക്കാരനെ, ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന ബൈക്കുകാരനെ, പ്രൈവറ്റ് ബസ്സുകാരനെ, ഇങ്ങനെയുള്ള സാധാരണക്കാരൊക്കെ കുരുങ്ങും. വലിയ പ്രാണികളൊന്നും വലയെ കുലുങ്ങത്തില്ല. ഈ വലയം പൊട്ടിച്ച് അവൻ പോവും. ഞാനത് പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്ത് എടപ്പള്ളി സിഗ്നലിൻ്റെ അവിടെ വെച്ച് ബൈക്കിൽ 2 മിറർ വെക്കേണ്ടടുത്ത് ഒരു മിററേ ഉള്ളൂ. ഒരു മിറർ ഒടിഞ്ഞു പോയി. എങ്ങനെയോ ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ സ്റ്റാൻഡ് മാത്രം നിൽപ്പുണ്ട്. പോലീസുകാരെ തടഞ്ഞു നിർത്തി ഫൈൻ അടപ്പിച്ചാൽ ഞാൻ 2 മിറർ വേണം. റൈറ്റ് സൈഡിൽ മിററുണ്ട്, ലെഫ്റ്റ് സൈഡിലെ മിറർ ഒടിഞ്ഞു പോയി. അതൊക്കെ ഒരുപക്ഷെ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഫൈൻ അടപ്പിച്ചു എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ വലിയ ആളുകൾ എന്ത് ചെയ്താലും ആരും ശ്രദ്ധിക്കില്ല. അത് കണ്ണടച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ പറയാനുള്ളത് മലയോര മേഖലകളിലെ കൃഷിക്കാരെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും. ദയവേത് അധികാരികൾ ഒന്ന് കണ്ണടയ്ക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 പേരോ കൊണ്ടുപോയെന്ന് വരും, അല്ലെങ്കിൽ അവരുടെ ലഗേജ് കൊണ്ടുപോയെന്ന് വരും. പക്ഷെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കുക. പരാതി ഇല്ലെങ്കിൽ നടപടി എന്ന് അവരെ ഒഴിവാക്കി കൊടുക്കണം. കാരണം പല ഡ്രൈവർമാരും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ വീഡിയോ നേരത്തെ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഒരു പ്രശ്നം ഇതാണ്. ഒന്നാമത് മിക്ക സ്ഥലങ്ങളിലും ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് വണ്ടി കയറി പോകുന്നത്. ഒരു ടോപ്പ് ഗിയറൊന്നും ഇടാൻ പോലും പറ്റത്തില്ല. തിരിച്ചതുപോലെയുള്ള ഇറങ്ങി വരുമ്പോഴും ഫസ്റ്റിലോ സെക്കൻഡിലോ ആണ് ഇറങ്ങി വരാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കപ്പെടാത്ത ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട്. ദയവായിട്ട് ഈ അധികാരികൾ ശ്രദ്ധിക്കണം. അതുപോലെ ഓട്ടോറിക്ഷക്കാരുടെ ഈ പ്രശ്നങ്ങളിൽ ഒന്ന്
അവരെ ആവശ്യമില്ലാതെ ഒരു ഫൈൻ അടപ്പിക്കുന്ന ഒരു രീതി ഒഴിവാകണം. കാരണം അവരും യാത്രക്കാരുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം സാധനങ്ങളൊക്കെ കൊണ്ടുപോയി യാത്രക്കാർ കാശ് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോകളാണ് തുടർന്ന് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ പല മാധ്യമങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാത്ത പല വീഡിയോകളും ആണ്. പ്രത്യേകിച്ച് കൃഷിക്കാരോടുള്ള ബന്ധത്തിലുള്ള വീഡിയോകളാണ് കൂടുതൽ ഇനി ഓട്ടോറിക്ഷക്കാരെ, അതുപോലെ തന്നെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ചില സർക്കാർ ജീവനക്കാരെ, ഇവരുടെയൊക്കെ അനുഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ നമ്പർ ഇതിനോടുള്ള ബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങൾ, ഇപ്പം എൻ്റെ അനുഭവങ്ങളല്ലാത്ത നിങ്ങൾക്ക് ഇതിൽ വലിയ അനുഭവങ്ങളുണ്ടാവും. അതും നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും. എല്ലാവർക്കും നമസ്കാരം.